Hi, hello guys, welcome back to my YouTube channel. മുന്നേ ഒരു മീഷോ ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയാം. നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എന്തായാലും വീഡിയോസിൽ അതിൻ്റെ കോഡുകൾ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ജസ്റ്റ് ആദ്യം ആ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക കോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അഥവാ ഇല്ലെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ മതി, കോഡ് തരുമെന്ന്. ഞാൻ എന്തായാലും തരുന്നതാണ്, എനിക്ക് തരാനായിട്ട് ഒരു മടിയില്ല, ഒന്നുമില്ല. ഞാൻ എന്തായാലും എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ ഇത് കൂടാണ്ട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യൂ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് കൂടാണ്ട് തന്നെ 2 വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഷോർട്ട് ഹോളും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് റിവ്യൂസും, മീഷോ എന്ന് വാങ്ങിച്ച ഒരു ബെഡ്ഷീറ്റ് റിവ്യൂസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ചാനലിൽ പോയി ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ വന്നിട്ടുള്ളത് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ കുറച്ച് പേര് എന്നോട് ഒരു സജഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ സൈസ് ഒന്ന് മെൻഷൻ ചെയ്യാൻ, അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയേനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ സൈസിൻ്റെ കാര്യം മറന്നു പോവുകയാണ് ചെയ്യാറ്. ഇനിയുള്ള വീഡിയോസിൽ എല്ലാത്തിലും ഞാൻ എന്തായാലും സൈസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറൂൺ സ്കേർട്ട് ആൻഡ് വൈറ്റ് ടോപ്പ്. സിമ്പിളാണ്, മെറൂൺ സ്കേർട്ട് ആൻഡ് വൈറ്റ് ടോപ്പ്. സൈസ് 306 രൂപയാണ്. ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കാണിക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് പ്രോഡക്റ്റ്. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ടോപ്പാണ് വരുന്നത്. ഈ വൈറ്റ് ടോപ്പ് സത്യം പറഞ്ഞാൽ ഒരു ക്വാളിറ്റിയും ഇല്ല ഇതിന്. ഈ 306 രൂപയ്ക്ക് ഇതിങ്ങനെ സ്കേർട്ടും ടോപ്പും ഒരുമിച്ച് നമുക്ക് കിട്ടണമെങ്കിൽ അതിലെന്തായാലും ക്വാളിറ്റി നമുക്ക് കോംപ്രമൈസ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഒട്ടും ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ക്വാളിറ്റി ഇല്ല. ഇതൊക്കെ പോട്ടെ, ഈ തുണി ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, കുറച്ച് ലൈനിങ് എങ്കിലും കൊടുക്കരുതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയാനേ. ബട്ട് ഇതിന് ലൈനിങ്ങും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു എന്താ പറയുക, പോളിസ്റ്റർ മോഡൽ ടൈപ്പ് വരുന്ന ഒരു ക്ലോത്താണ് ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു ഒട്ടും കംഫർട്ടബിലിറ്റി തോന്നില്ല. ഇത് അടിച്ചത് കാര്യങ്ങളൊക്കെ കൊള്ളാം. നെക്ക് ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസാണ് നെക്കിൻ്റെ അവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിലിങ് പറയാനായിട്ടാണെങ്കിൽ ഇവിടെ 3 ബട്ടൺസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലും ഇലാസ്റ്റിക്കാണ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ക്ലോത്ത് മാത്രം എനിക്ക് കുറച്ച് എന്താ പറയുക ബാഡായിട്ട് തോന്നിയത്. 10ൽ 2 കൊടുക്കത്തുള്ളൂ റേറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ ക്വാളിറ്റി വൈസ്. ബാക്കി അടിച്ചേക്കണതേയും ഇതിൻ്റെ ലുക്ക് വൈസൊക്കെ നൈസാണ് സംഭവം. നമുക്കിനി സ്കേർട്ട് നോക്കാം. സ്കേർട്ടിൻ്റെ കളർ മെറൂണാണേ. അത്യാവശ്യം സ്കേർട്ട് ടോപ്പിനേക്കാളും കുറച്ചുകൂടി മെറ്റീരിയൽ വൈസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി സ്കേർട്ട്. പിന്നെ ഇവിടെ ഇലാസ്റ്റിക് കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ആയ മെറ്റീരിയൽ തന്നെ വന്നിട്ട് നമ്മുടെ കറക്റ്റ് സൈസ് അരവണ്ണത്തിൻ്റെ സൈസിനനുസരിച്ച് വന്നേക്കുന്നത്. അല്ലാണ്ട് ഇലാസ്റ്റിക്കും അല്ല വള്ളിയും അല്ല. സൈഡിൽ മാത്രം ഇതുപോലെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. ഈ സിബ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് സിബാണ്, കണ്ടിട്ട് മനസ്സിലാവും. കണ്ടില്ലേ, ഇതുപോലെ സിബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തന്നെ അടിച്ചേക്കുന്നത്. പിന്നെ ഈ സിബ് കൊടുത്തിട്ടുണ്ട്. ഈ സിബ് നല്ല രസമുണ്ട് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി വൃത്തിയുണ്ട്, ഒട്ടും കാണൂല. സിബാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്, ഒട്ടും മനസ്സിലാവില്ല. ലെങ്ത് ആണെങ്കിൽ അത്യാവശ്യം 38-39 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഞാൻ എന്തായാലും ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. സ്കേർട്ട് പിന്നെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഇതിൽ ലൈനിങ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സിമ്പിളായിട്ടാണ് സ്കേർട്ട് കാര്യങ്ങളൊക്കെ അടിച്ചേക്കണം. മെറ്റീരിയൽ മറ്റേ വൈറ്റ് ടോപ്പിനേക്കാളും ബെറ്ററാണ് മെറ്റീരിയൽ. 306 രൂപയ്ക്ക് ഇത് ഓക്കെ പ്രോഡക്റ്റാണ്. അടിപൊളിയൊന്നുമില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, വാങ്ങിക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്കേർട്ട് പിന്നെയും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ ടോപ്പ് എനിക്കെന്തോ ഇതിൻ്റെ മെറ്റീരിയൽ ഒട്ടും ഇഷ്ടമായിട്ടില്ല. പെയർ ചെയ്ത് എന്തായാലും കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിക്കാം. റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 10ൽ 4 ഞാൻ ഇതിന് ഈ പ്രോഡക്റ്റിനും കൊടുക്കത്തുള്ളൂ. ഇതിൽ കാണിച്ച അതേ മോഡലിൽ തന്നെയാണ് പ്രോഡക്റ്റ് വന്നേക്കുന്നത്. പക്ഷേ ക്വാളിറ്റി മാത്രം കുറച്ച് ബാഡായിട്ടുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സൈസ് ഞാൻ ഏതെടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 28ആണ് ഞാൻ സൈസ് എടുത്തത്. പക്ഷേ ഇതെനിക്ക് 28 എടുത്തിട്ടും എനിക്കിത് ലൂസാണ്. ഞാൻ ജസ്റ്റ് സൈഡിൽ എന്താ പറയുക ഷേപ്പ് ചെയ്തിട്ടാണ് ഞാനത് യൂസ് ചെയ്തേക്കുന്നത്. എൻ്റെ സൈസ് ഉള്ളവരാണെങ്കിൽ ഒരു 26 ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരിക്കും. നമുക്കിനി നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പറഞ്ഞാൽ 372 നിഫ്റ്റി ആണ് ഇതിൻ്റെ പേര്. പ്രോഡക്റ്റ് വന്നിട്ട് ഇതുപോലത്തെയാണ് ഒരു വൈറ്റ് ടോപ്പ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഏകദേശം ആ മോഡലല്ല, വ്യത്യാസമുണ്ട്, കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. വൈറ്റ് ടോപ്പും പിന്നെ സ്കേർട്ട് വരുന്നത് ലാവൻഡർ വൈലറ്റ് കൂടിയിട്ടുള്ള ഒരു കളറാണ്. അത് മാത്രമല്ല അതിനകത്ത് കുറച്ച് പ്രിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറും പിന്നെ ലീവ്സും ഗ്രീൻ ലീവ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രിൻറ്റിങ് കൊടുത്തിട്ടുള്ള ഒരു നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് ഇതിന് കാണിക്കുന്നത്. നമുക്കിനി റിവ്യൂ നോക്കാം. റേറ്റ് വരുന്നത്
740 കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിന് അഫോർഡബിൾ ആണോ ഈ ഒരു പ്രോഡക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് പ്രോഡക്റ്റ്. നമുക്ക് ആദ്യം ടോപ്പ് എങ്ങനെയുണ്ട് നോക്കാം. ഓ മൈ ഗോഡ്, സൂപ്പർ, അടിപൊളി കേട്ടോ, നല്ല അടിപൊളി ടോപ്പാണ്. ആ ഒരു പിക്ചറിൽ കാണിച്ച അതേ സെയിം മോഡലിൽ തന്നെയാണ് ഈ ബ്ലൗസ് വരുന്നത്. മെറ്റീരിയലും നല്ലതാണ്, ഷിഫോണിൻ്റെ ആണ് കേട്ടോ മേലെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് പോരാണ്ട് ഉള്ളിൽ നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ കാണിച്ചിരുന്ന വൈറ്റ് ടോപ്പിനേക്കാളും കുറച്ചുകൂടി ബെസ്റ്റായിട്ട് എനിക്ക് ഇതിൽ തോന്നാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. അതൊക്കെ പോട്ടെ അടിച്ചേക്കുന്നതായാലും എല്ലാം കൊണ്ട് നല്ല ഫിനിഷ്ഡായിട്ട് എനിക്ക് തോന്നി കുറച്ചുകൂടിയും. പിന്നെ അത് മാത്രമല്ല, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പാഡ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, പാഡ്സ് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പാഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കുറച്ചുകൂടി എന്താ പറയുക, നല്ലൊരു നീറ്റായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു പ്രോഡക്റ്റിന് നല്ലൊരു ഫിനിഷിങ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ ഇതേ സെയിം പോലെ തന്നെ 3 ലെയേഴ്സ് ഇങ്ങനെ വന്നിട്ട് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഒരു ടോപ്പ് കാണാനായിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് സിബല്ല, ഹുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 10 എന്തായാലും 8 കൊടുക്കും, കുഴപ്പമില്ല, നല്ല ടോപ്പാണ്. കാര്യം എല്ലാം അടിപൊളിയാണ്. ഇട്ടിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി സ്കേർട്ട് നോക്കാം. ഇതാണ് സ്കേർട്ട്. സ്കേർട്ടും ആയ പിക്ചറിൽ കാണിച്ച അതേപോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സ്കേർട്ട് അതിൽ കാണിച്ച പോലെ തന്നെ ഈ കളർ വൈസും കറക്റ്റ് തന്നെയാണ്. പിന്നെ അതിൽ വരുന്ന പ്രിൻറ്റ് കാര്യങ്ങൾ, പൂവും പിന്നെ ആ ഗ്രീൻ ലീവ്സ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക്കാണ് കേട്ടോ, ഇലാസ്റ്റിക്കാണ്. അതുകൂടാണ്ട് തന്നെ അവർ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വള്ളിയും കൊടുത്തിട്ടുണ്ട്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വള്ളിയും കൊടുത്തിട്ടുണ്ട്. വള്ളി കൊടുത്തേക്കണം, അഥവാ ഇനി ഇലാസ്റ്റിക് പോരാ കുറച്ചുകൂടി ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ വള്ളി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഈ ഒരു സൈസ് ഞാൻ എടുത്തേക്കുന്നത് XL ആണ്. കാരണം ചിലപ്പോൾ നമ്മൾ സ്മോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ലെങ്ത്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ XL എടുത്തേക്കുന്നത്. ഈ ഒരു സൈസ്, ഇതിൻ്റെ സൈസ് ഞാൻ XL ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കാണിക്കുന്നുണ്ട്. XL ആണ് സൈസ് എടുത്തേക്കുന്നത്. ഇതെനിക്ക് ഓക്കെയാണ്, ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, കറക്റ്റ് വരവേണം. പിന്നെ അത് മാത്രമല്ല ഇലാസ്റ്റിക്കും ആണ്, അത് പോരാണ്ട് വള്ളിയുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വേറെ ഷേപ്പ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓക്കെയാണ്. ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഫോട്ടോയിൽ ഇതിന് നല്ല ഫ്ലയേഴ്സ് ഉണ്ടായിരുന്നു, നല്ല വിരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ടാണെങ്കിൽ ഇതിൽ കാണിച്ചതിൻ്റെ പകുതിയുള്ളൂ സത്യം പറഞ്ഞിട്ട്. നേരിട്ട് ഫ്ലയേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പം അതിൻ്റെതായ ഒരു ഭംഗിക്കുറവ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ വരുന്നുണ്ട്. അത് മാത്രമേ എനിക്കിനകത്തൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ് കേട്ടോ. പ്രോഡക്റ്റിന് ഇതുപോലെ നെറ്റ് വന്നിട്ട് അത് പോരാണ്ട് ഇവിടെ ലൈനിങ്ങും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മേച്ചില്ലാത്ത ലൈനിങ് ആണ്, പക്ഷെ നമുക്കത് പ്രശ്നമില്ലല്ലോ, അടിയിലല്ലേ കിടക്കുന്നത്. ലൈനിങ് എന്തായാലും കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ആകെ ഒരു ബാഡ് എന്ന് പറയാനായിട്ട് ഉള്ളത് ഇതിൻ്റെ ഫ്ലയേഴ്സ് കുറവാണെന്നുള്ളൂ. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നമുക്കിനി വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഉള്ളിൽ മറ്റേ നെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലയേഴ്സ് നല്ല ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൂ. കുഴപ്പമില്ല, ഓക്കെയാണ്. ഈ കാണിച്ച പോലെയുള്ള ഫ്ലയേഴ്സ് ആണെങ്കിൽ ഇത് ഞാൻ അടിപൊളി എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. പക്ഷേ ഫ്ലയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനിത് എന്താ പറയുക, ഓക്കെ പ്രോഡക്റ്റാക്കി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങിക്കുക. അത്രേ ഉള്ളൂ പറയാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് പിങ്ക് ഫ്ലോറൽ സ്കേർട്ടാണ്. ഇത് ഞാൻ ഓൾറെഡി മുന്നത്തെ ഒരു മീഷോ ഹോളിൽ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടും ടോപ്പിൻ്റെ ഹോള് മാത്രമായതുകൊണ്ട് ഞാനതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണേ വീണ്ടും. അപ്പോൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വെക്കും. ഇതൊന്നുകൂടി കാണിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് സ്കേർട്ട് എന്ന് എനിക്ക് അത്രയും 100% എടുത്ത് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് വാങ്ങിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാനിത് ഇട്ടിട്ടുണ്ട് കേട്ടോ. 422 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ഞാൻ വാങ്ങിച്ചിരുന്ന സമയത്ത് 385 സംതിങ് ആയിരുന്നു. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തേക്കുന്നത് 28 ആയിരുന്നു കേട്ടോ. 28 എടുത്തിട്ടും എനിക്കിത് ലൂസായിരുന്നു. എന്നിട്ട് ഞാൻ ഷേപ്പ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു പിങ്ക് സ്കേർട്ടാണിത്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, ക്വാളിറ്റി ആയാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലും ലൈനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലെയിനായിട്ടും ഫ്രണ്ടിൽ പ്ലെയിനായിട്ട് വരുന്ന ബാക്കിൽ ഇതുപോലെ ഇലാസ്റ്റിക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇടാവുന്നതാണ്. പക്ഷേ എനിക്ക് 28 സൈസ് എടുത്തിട്ട് ലൂസായിരുന്നു. എന്നിട്ട് ഞാൻ അത് ഷേപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിരുന്നത്. ഇത് സ്കേർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, സ്കേർട്ടും ടോപ്പ് ഒരുമിച്ചുള്ള പ്രോഡക്റ്റ് അല്ല, ഇത് സ്കേർട്ട് മാത്രമാണ്. ഈ ഒരു റേറ്റിന് ഈ ഇത് ക്വാളിറ്റിയും എല്ലാം കൊണ്ട് അത് അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ മസ്റ്റ് ബൈ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയും. ഇതിന് ഞാൻ പെയർ ചെയ്തേക്കണത് എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചൊരു ടോപ്പാണ് ഞാൻ ഇതിന് വേണ്ടി പെയർ ചെയ്തിട്ടുള്ളത്. അത് കാണിച്ചു തരാം എന്തായാലും. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചൊരു ടോപ്പ് തന്നെയാണ്. ഞാൻ ഈ ഒരു
പാവാടയ്ക്ക് പെയർ ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചത്. ഇതിന് 171 രൂപ സംതിങ് ഉള്ളൂ. ഓൾറെഡി ഞാൻ ഇത് ഷോർട്സ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുമാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാണിച്ച 2 പ്രോഡക്റ്റ്സിനേക്കാളും ഇത് മൈ ബി പ്രോഡക്റ്റാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു 3 സ്കേർട്ട് ആൻഡ് ടോപ്പുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വാങ്ങിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് ലാസ്റ്റ് കാണിച്ച ആ ഒരു പ്രോഡക്റ്റാണ്. സെക്കൻഡ് വണ്ണും ഓക്കെയാണ്. ഫ്ലേസ് അത്ര വേണ്ടാത്തവരാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ് അത് വാങ്ങിക്കാനായിട്ട്. ഫസ്റ്റത്തെ ഞാൻ അത്ര നല്ല ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ, സീ യു.